ഇപ്പോൾ വർഗീയത ഒരു അയോഗ്യത അല്ലാതെ മാറി. മതമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരുണ്ട്, അതല്ലാതെ വോട്ട് പിടിക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരുണ്ട്, സഭയിൽ പോകുന്നവരുണ്ട്, മറ്റേ NSS ആസ്ഥാനത്തും SNDP ആസ്ഥാനത്തും പോകുന്നവരുണ്ട്, ജമാഅത്തി അവിടെ പോകുന്നവരുണ്ട്. ഇപ്പോൾ വർഗീയത ഒരു അയോഗ്യതയായിട്ട് അതിന് കാണുന്ന പോലുമില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് വന്ന എങ്ങനെയാണ്? വർഗീയത നമ്മൾ പിന്നെ കാർപ്പറ്റിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു, അടച്ചല്ലേ? അത് കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഈ വർഗീയത എന്നൊക്കെ പറയുന്നത് പരമ ബോറാണ്, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന ചിന്തയിലേക്ക് വരുന്ന ഒരു മുൻ തലമുറയുണ്ടായിരുന്നു. അവരാദ്യം ചെയ്ത അവരുടെ പേരിൽ നിന്ന് വാല് വെട്ടിക്കളഞ്ഞു ഈ ജാതി സൂചക. പക്ഷേ ഒരു 10-30 വർഷം മുമ്പ് നമ്മൾ വിദ്യാലയങ്ങളിലെ ഈ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഇടും. ഓരോ വർഷം ക്ലാസ് കയറ്റം കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് ഇടും. അവിടെ ചെന്ന് ആ കുട്ടിയുടെ പേരെല്ലാം ഒന്ന് വായിച്ചു നോക്കി. എല്ലാവർക്കും വാലുണ്ടാവും. എല്ലാവർക്കും വാലുണ്ട്. അപ്പോൾ പണ്ട് വാൽ ഉപേക്ഷിച്ചവരുടെ മക്കൾക്കെല്ലാം വാല് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഒരു ജാതിബോധം, ജാതി അഭിമാനം, ജാതിയുടെ സർനെയിംസ് സൂക്ഷിക്കുന്ന അതുകൊണ്ട് എന്തോ ഒരു സാമൂഹികമായ ഒരു ബലം അവർക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തരത്തിൽ